മക്കളെ ഇവിടെ രണ്ട് റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് റിയാക്ഷനെയാണ് പ്രഷറിനെ സ്വാധീനിക്കാൻ പറ്റുക, പ്രഷറിനെ നോക്കിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റിയാക്ടൻസും പ്രോഡക്ട്സും അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഗേഷ്യസ് സ്റ്റേറ്റിലാണോ. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം എല്ലാവരുടെയും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, എല്ലാവരും വാതക അവസ്ഥയിലാണ്. ഓക്കെ, കണ്ടീഷൻ നമ്പർ പാസ്റ്റ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും നമ്പർ ഓഫ് മോൾസിൽ വ്യത്യാസം വരണം. അങ്ങനെയുള്ള റിയാക്ഷൻസിന് മാത്രമേ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഒന്നാമത്തെ റിയാക്ഷൻ നോക്കിക്കേ, 1 മോൾ ഹൈഡ്രജൻ 1 മോൾ അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് 2 മോൾ HI ആകുന്നു. അതായത് 2 മോൾ റിയാക്ടന്റ് ഇവിടെ 2 മോൾ പ്രോഡക്റ്റ് ആകുന്നു. ശരിയല്ലേ? അപ്പൊ ഇവിടെ റിയാക്ടൻസിന്റെ നമ്പർ ഓഫ് മോൾസും പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസും ഈക്വൽ ആണ്. സോ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. ഇനി N2 + 3H2 gives 2NH3. അതായത് ഇവിടെ 4 മോൾ റിയാക്ടന്റ് 2 മോൾ പ്രോഡക്റ്റ് ആകുന്നു അല്ലെ. അതായത് ഇവിടെ നമ്പർ ഓഫ് മോൾസിൽ വ്യത്യാസമുണ്ട്. സോ ഇവിടെ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും.